ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളൊരു ബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ്, എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടൊരു ക്ലാരിറ്റി വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹൈ പ്രീസ്റ്റിയസ്, ഏസ് ഓഫ് വാൻഡ്സ്, Hermit energy, Two of Pentacles, the Wheel of Fortune, Nine of Wands, Three of Wands, Four of Swords, Five of Swords, Five of Cups, Knight of Wands, Three of Swords, Four of Pentacles, the Fool energy, King of Swords. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് വോൺസ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ അവരുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്, അവസ്ഥകൾ, കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സന്റെ അവിടുത്തെ ഒരു എനർജി, കാര്യങ്ങൾ ഇതൊക്കെ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ 3 ഓഫ് സോൾസ് ആണെന്നുണ്ടെങ്കിലും 4 ഓഫ് സോൾസ് ആണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഒരു തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണെന്നുണ്ടെങ്കിലും വന്നിട്ടുണ്ട്. ഇവരുടെ ബന്ധത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ റിലേഷൻഷിപ്പിലേക്ക് പുറത്തു നിന്നുള്ള തേർഡ് പാർട്ടി എനർജീസ്, അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചീറ്റിംഗ് എനർജിയും കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തില് നിങ്ങളുടെ വ്യക്തിക്ക് അവിടെ നിന്നും ഒരു ചീറ്റിംഗ്, ഒരു ചതിയിൽ അവർ അകപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ കാരണം അവരുടെ ബന്ധത്തിലേക്ക് പുറത്തു നിന്നുള്ള മറ്റ് സാന്നിധ്യങ്ങൾ വന്നിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ നടക്കുന്നത് കൊണ്ട് തന്നെ ആടി ഉലയുന്ന ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്. അല്ലെങ്കിൽ ചിലവരുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരു അവസ്ഥ. മറ്റു ചിലവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ ബ്രേക്കപ്പ് എനർജിയാണ്. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വലിയ രീതിക്ക് ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് അല്ല ചിലവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് ഇവർ തമ്മിൽ ഈഗോ, ഭയങ്കര സ്വാർത്ഥമായ മനോഭാവത്തോടു കൂടി ഇങ്ങനൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു ചീറ്റിംഗ് അവരുടെ റിലേഷൻഷിപ്പിൽ നടന്നിരിക്കുന്നതിനെ തുടർന്ന് അവർക്കിടയിൽ ഒരു സ്വാർത്ഥതയോട് കൂടിയുള്ള നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ്, കാര്യങ്ങൾ, വാക്ക് തർക്കങ്ങൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലല്ല ആ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്. മാനസികപരമായിട്ട് നല്ല രീതിക്ക് ഒരു അകൽച്ച നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ട് സംഭവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വലിയ രീതിക്ക് ഒരു ചതി നൽകി പോയവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു തിരിച്ചടി അല്ലെങ്കിൽ ചതി നേരിട്ടിരിക്കുന്നു. കർമ്മ തന്നെയാണ് വന്നിരിക്കുന്നത്. വ്യക്തമായിട്ട് കർമ്മയുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താണോ അവർ നിങ്ങൾക്ക് നൽകിയത്,
കാലം അത് അവർക്ക് വളരെ വൃത്തിയോടുകൂടി തിരിച്ചു കൊടുത്തിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ അവർ പോയി നിന്ന ആ ഒരു സ്ഥലത്ത് അവർ കൊടുത്ത സ്നേഹം മുഴുവനും വെറുതെ ആയി പോയല്ലോ, ആ ഒരു കുടം കമഴ്ത്തി വെച്ചിട്ടാണല്ലോ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. സ്വയം വരുത്തി വെച്ച ഈ ഒരു വിധിയിൽ വളരെ കുറ്റബോധത്തോടു കൂടി ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അവരിൽ വലിയ രീതിയിൽ ഒരു നഷ്ടബോധവും അതോടൊപ്പം ഒരു കുറ്റബോധവും അവരെ അലട്ടി തുടങ്ങിയിരിക്കുന്നു. അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. ചെയ്തു കൂട്ടിയ തെറ്റുകളും ചെയ്തു കൂട്ടിയ പാപങ്ങളും എല്ലാം ഓർത്തെടുത്തുകൊണ്ട് അതിലൊരു മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു മാറ്റം വേണം, സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ നിൽക്കുന്ന ഒരു സ്റ്റേജ്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ ഒരു യൂണിവേഴ്സൽ മദറിനോട് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തിയോട് അവർ വിശ്വസിക്കുന്ന, എന്ന് വെച്ചാൽ അവർക്കൊരു ട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പൊ അവർക്കൊരു വിശ്വാസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ രീതിയിലും അവർ അവരുടെ ആ ഒരു ഇമോഷൻസ് യൂണിവേഴ്സിന്റെ അടുത്തേക്ക് സമർപ്പിച്ച് നിൽക്കുന്ന സ്റ്റേജ് ആണ്. ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം പാടുപെടുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ സ്വാർത്ഥതയോടുകൂടി ഇവരിലേക്ക് ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രകടിപ്പിക്കുന്നില്ല. എന്ന് വെച്ചാൽ ആത്മാർത്ഥമായ ഒരു സ്നേഹവും കാര്യങ്ങളും അല്ല അവിടെ നടന്നിരിക്കുന്നത്. എന്താണ് ആത്മാർത്ഥ സ്നേഹം എന്ന് കരുതി നിങ്ങളെ വിട്ടിട്ട് പോയതോ ആദ്യ സമയങ്ങളിലൊക്കെ നല്ല രീതിക്ക് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം, ഈ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ സ്വാർത്ഥതയും ഈഗോയും ചീറ്റിങ്ങും ചതിയും ഹൈഡിങ്, പല കാര്യങ്ങളും മറച്ചു വെക്കുക, നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വാല്യൂ നൽകാതെ നിൽക്കുന്ന സാഹചര്യം, ഇതൊക്കെയാണ് അവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നിങ്ങളുടെ പേഴ്സൺ അവിടെ മാക്സിമം എഫേർട്ട് എടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓൾറെഡി അവിടെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവരിലൊരു ഭയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും എന്തോ ആവട്ടെ, ഒന്നുകൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി നോക്കാം, അതിലൂടെ ഒരു പുതിയ തുടക്കം ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കാം എന്നുള്ള രീതിക്ക് ഇവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും വലിയ കാര്യമായ പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹം വെറുതെ ആയി പോവുകയാണ്. അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം സ്വന്തം കയ്യിൽ ഇരുന്നപ്പോൾ, അതായത് നിങ്ങളുടെ എനർജി നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് മറ്റു പല കാര്യങ്ങളിലേക്ക് പ്രലോഭനത്തിന് അടിപ്പെട്ട് ഇവർ മാറിപ്പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോ ആ ഒരു സാഹചര്യം അവർക്ക് അനുകൂലമല്ലായിരുന്നു എന്നുള്ളത് വേദനയോടുകൂടി അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകണം എന്നുള്ള ഒരു ആഗ്രഹം. കാരണം മാനസികപരമായിട്ട് ഭയങ്കരമായിട്ട് ഒരു വേദന സഹിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് വേദനയോടുകൂടി. അതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർ ഭയങ്കര ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് ആണ്. അവർക്ക് അവരുടേതായ കാര്യങ്ങളിലേക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് മാറിപ്പോകണം എന്നുള്ള രീതിക്ക് വളരെയധികം കാര്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി എന്തായാലും എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ആ ഒരു ഈഗോയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണിലും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കൊരു തിരിച്ചുവരവോ കാര്യങ്ങളൊക്കെ നടത്തുവാണെങ്കിൽ അവരുടെ വാല്യൂ പൂർണ്ണമായും നഷ്ടപ്പെടും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ മാക്സിമം ഇവിടെ എഫേർട്ട് എടുത്തൊന്ന് കോംപ്രമൈസിനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കോംപ്രമൈസിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുന്നതല്ലാതെ അവിടെ കാര്യമായിട്ട് പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. കാരണം ഇവർ മാത്രമാണ് അവിടെ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകൽച്ച കാണിച്ച സമയത്ത് നിങ്ങളാണ് കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത് ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഒരു തേർഡ് പാർട്ടി ഇവരോട് അകൽച്ച കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇവർ മാക്സിമം എഫേർട്ട് എടുത്ത് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്ക് ആണ്. ഇനി ഒരുവിധ ആക്ഷനും എടുക്കണ്ട എന്നൊരു മെന്റാലിറ്റിയിലാണ് അവരിപ്പോ നിൽക്കുന്നത്. ഒരു ഒഴുകുന്ന വെള്ളത്തിനോടൊപ്പം പോകുന്ന ഒരു അവസ്ഥ. എന്ന് വെച്ചാൽ ഗോയിങ് വിത്ത് ദ ഫ്ലോ, പോകുന്നിടത്തോളം പോകട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് പോകുന്നത്. ഇനി എന്തായാലും എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല. എങ്ങനെയെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് മാറണം. കാരണം തന്റെ ലൈഫിൽ തന്നെ ഒരു സന്തോഷവും സമൃദ്ധിയൊക്കെ കൊണ്ടുവരണം, ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് തന്റെ ജീവിതത്തെ മാറ്റണം എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ വ്യക്തി സാന്നിധ്യങ്ങളായിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ തേർഡ് പാർട്ടിയുടെ ഈഗോ ഇമോഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി, അതായത് ഇവരുടെ ബന്ധത്തിലുള്ള തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് ഇമോഷൻസ്, ഈഗോ, സ്വാർത്ഥത.
തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയിനേക്കാൾ ഇരട്ടി സ്വാർത്ഥതയുള്ള ഒരു പേഴ്സൺ ആണ്. അവർ പറയുന്ന അനുസരിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള രീതി. അതുപോലെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും തേർഡ് പാർട്ടി പല സാഹചര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നത്. അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ്. അപ്പൊ ഒരു ചതി തനിക്ക് പറ്റി എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഭയങ്കര സ്മൂത്ത് ആയിട്ട് അത്രയും ഹാപ്പിനെസ് അവർക്ക് നൽകി. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു പ്രലോഭനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അഡിക്ഷനിലേക്കൊക്കെ വന്നിട്ട് മാറിപ്പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഒരു മനസ്സിലാക്കൽ അവർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മനസ്സ് ആ ഒരു പഴയ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാസ്റ്റ്, അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു പഴയ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് വന്നിട്ടുണ്ട്. എത്ര വിജയകരമായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ പോയിരുന്ന ഒരു ബന്ധമാണ്. അപ്പൊ അത്രയും നല്ല രീതിയിലൊക്കെ പോയിരുന്ന ബന്ധത്തില് ഇവരുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ ഇവര് സ്വയം വരുത്തി വെച്ച ഒരു വിധി, അതാണ് ഇവർ തെരഞ്ഞെടുത്ത് ഇപ്പൊ പോയി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ടിട്ട് വൈകാരികപരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന സമയം വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം എന്നൊരു ചിന്തയുണ്ട്. മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം പെയിൻഫുൾ ആയ അവസ്ഥയിലൂടെ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. വേദനകൾക്കെല്ലാം ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു അവസാനം വേണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അതുപോലെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഇനി യാതൊരുവിധ ആക്ഷൻ എടുക്കാനും തയ്യാറല്ല എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷനിലേക്കും അവർ വന്നിട്ടുണ്ട്. അവരുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവ് തന്നെയാണ് അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കാനുള്ള കാരണവും. അവരാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ട് ഈ ഒരു ചീറ്റിങ്ങോ ഹൈഡിങ്ങോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളോ ഒക്കെ വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സണിലും അത്യാവശ്യം നല്ല സ്വാർത്ഥതയുള്ള വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരും ഇപ്പോൾ ഒരേപോലെ തന്നെ ആ ഒരു ഈഗോ, സ്വാർത്ഥതയോടുകൂടി ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ള മെന്റാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ചിലവരുടെ കാര്യത്തിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ആയി കഴിഞ്ഞു. ചിലവരുടെ സാഹചര്യത്തിൽ ആ ഒരു ജഗ്ലിംഗ് എനർജിയിലൂടെ പോയിട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പൊ ഇമോഷൻസ് കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രകടിപ്പിക്കാനോ തേർഡ് പാർട്ടി ബന്ധത്തിൽ ആക്ഷൻ എടുക്കാനോ തയ്യാറല്ലാതെ അവിടെ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന കറന്റ് സിറ്റുവേഷൻ, സാഹചര്യങ്ങള് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണിക്കുന്നത്. ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഒരു കുറ്റബോധം അവരെ അലട്ടുന്നതായിട്ട്. അപ്പൊ എന്താണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. കോൺഷ്യസ്നെസ്, ഓർഡിനറിനെസ്, silence, control, beyond illusion, guilt, past lives, guidance, inner voice, change, politics, the dream, sorrow, turning in. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്, ചിന്തിക്കുന്നത്, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ വളരെയധികം അവരിൽ ഈ ഒരു കുറ്റബോധം കാര്യങ്ങളൊക്കെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് അവരിവിടെ ആദ്യമേ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് തന്നെ കോൺഷ്യസ്നെസ് ആണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ വലിയ രീതിയിൽ ഒരു വേദനയാണ് ഉണ്ടാകുന്നത്. അവർ വളരെ കോൺഷ്യസ് ആണ്. കാരണം നിങ്ങൾ ഒരുമിച്ച് സ്വപ്നം കണ്ട വ്യക്തികളാണ്. ഒരു ബന്ധം മുന്നോട്ടേക്ക് സക്സസ് ആയിട്ട് ഒരു ലോങ് ടേം ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് രണ്ടുപേരും ഒരുപോലെ തന്നെ സ്വപ്നം കണ്ടവരാണ്. അപ്പൊ പാതി വഴിയിൽ വെച്ചിട്ടാണ് അവർ വലിയ രീതിയിൽ ഒരു ചതി നിങ്ങളിലേക്ക് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ അവരുടെ ലൈഫിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ട്രീറ്റ്, തേർഡ് പാർട്ടി അവർക്ക് കൊടുത്തിരിക്കുന്ന പരിഗണന, അതൊരു സീറോ വാല്യൂ ആണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അവർ ആ ഒരു പച്ചയായ ജീവിതത്തിലേക്ക്, നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള പച്ചയായ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്ന സമയമാണിത്. അവർക്ക് നിങ്ങളുടെ പ്രസൻസ് നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. വളരെ സൈലന്റ് ആണ് നിങ്ങളുടെ വ്യക്തി.
അവരുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടും കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ കൺട്രോൾ ആണ്. അവർക്ക് പല സമയത്ത് ദേഷ്യം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. എല്ലാ രീതിയിലും സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. പക്ഷെ ആ ഒരു അവസ്ഥയിലും മാക്സിമം അവർ എഫേർട്ട് എടുത്ത് ആ ഒരു ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാണ്. അവർക്ക് ഈ ഒരു അവസ്ഥയ്ക്കൊക്കെ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും. ഇപ്പൊ ചിലവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ അവരവിടെ ഒരു പെട്ടു നിൽക്കുന്ന സാഹചര്യം കാണുന്നുണ്ട്. മൊത്തത്തിൽ അവർക്ക് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് ചാടി ഇറങ്ങി പോരാൻ പറ്റാത്ത രീതിയിലുള്ള കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. കാരണം അവിടെ ഒരു സ്റ്റക്നെസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ആയിരിക്കുന്നത് കൊണ്ടിട്ടാണ് ചിലവര് അവിടെ stuck ആയി നിൽക്കുന്നത്. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. ഇനി എന്തായാലും അത് മുന്നോട്ടേക്ക് വേണ്ട എന്നുള്ള ഒരു decision അത് strong ആയിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ കാണുന്നുണ്ട്. ഈ ഒരു ഇമോഷൻസ് കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ person പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ യാതൊരുവിധ സാധ്യതയില്ല. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ politics energy ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നേരിട്ട് കാണുന്നവരോ social മീഡിയയിലൂടെ കാണുന്നവരോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി അവർ തകർന്നു പോയി എന്നുള്ള കാര്യങ്ങൾ പുറമേക്ക് കാണിക്കാനായിട്ട് ആഗ്രഹിക്കാതെ മറ്റൊരു മുഖം അണിഞ്ഞു തന്നെയാണ് ഇപ്പോഴും പുറമേ കാണിക്കുന്നത്. നിങ്ങൾ കാണുമ്പോഴാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ യാതൊരുവിധ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ അതൊന്നും പുറത്തേക്ക് കാണിക്കാതെ നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം ഇവരുടെ തകർച്ച മറ്റുള്ളവരെ കാണിക്കാനോ അതിപ്പോ നിങ്ങൾ അറിയുന്ന കാര്യത്തിലാണെങ്കിലോ ഇവരുടെ ഈഗോ അതിങ്ങനെ പുറകോട്ടേക്ക് വലിക്കുകയാണ്. പക്ഷേ ഒരുപാട് നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞുപോയ കാലങ്ങൾ past lives ആണ്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം ഒക്കെ ഭയങ്കരമായിട്ട് ഓർക്കുകയും അതോടൊപ്പം ഭയങ്കരമായ ഒരു guilt feel completely negativity ആണ്. ഒരുപാട് ഓർത്ത് ചിന്തിച്ചു കൂട്ടി വേദനിച്ച് ആ ഒരു കുറ്റബോധവും അതുപോലെ തന്നെ ഒരു ജാള്യതയും എല്ലാം അവരിൽ വരുന്നുണ്ട്. തീർത്തും ഒറ്റപ്പെട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ആരും വലിയ സപ്പോർട്ടിനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെയില്ല. നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു സമയത്ത് സ്വപ്നം കണ്ട അതേ ലൈഫ് ഇനി മുന്നോട്ടേക്ക് വേണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഇന്നർ വോയിസ് അവിടെ വന്നിരിക്കുന്നത്. അവരുടെ ഇൻറ്റ്യൂഷൻ അവരുടെ ഇന്നർ വോയിസ് എന്ന് വെച്ചാൽ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചതിനാലാണ് അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ സാഹചര്യം വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഇനിയെങ്കിലും അവരുടെ മനസാക്ഷി അനുസരിച്ച് നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണം. ഈ ഒരു സാഹചര്യത്തിനെല്ലാം പൂർണ്ണമായിട്ടും ഒരു ചേഞ്ച് കൊണ്ടുവരണം. കാരണം അവരുടെ ആ ഒരു കാഴ്ചപ്പാടുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ വലിയ രീതിക്ക് ഒരു മാറ്റങ്ങളാണ്. ന്യൂ വിഷൻ ആണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ അവര് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതായത് നിങ്ങൾക്കും കൂടെ അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് journey start ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ നോക്കി കാണുന്നുണ്ട്. എനർജിയിലൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. പുതിയൊരു ഉണർവ് തന്നെയാണ് അവരിൽ വന്നിരിക്കുന്നത്. അവരുടെ ആ ഒരു ഫ്രീസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഒരു കല്ല് പോലത്തെ രീതിയിൽ മനസ്സും വെച്ച് പെരുമാറിയ വ്യക്തികളാണെങ്കിൽ ആ ഒരു കല്ലൊക്കെ ഇപ്പൊ മഞ്ഞുമല പോലെ അലിഞ്ഞു തുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം വീണ്ടെടുക്കാനും നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മളുടേതായ ലോകത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് തന്നെ കടക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നു വരുന്നത്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് അതിന്റെ മെയിൻ കാരണം. അല്ലെങ്കിൽ അവർ നേരിടുന്ന ആ ഒരു കർമ്മ തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ അവർക്ക് വരുന്നുണ്ട്. മാത്രല്ല അവർക്ക് അതിനു വേണ്ടി ഒരു ഗൈഡൻസിനായിട്ട് അവരിപ്പോ ഭയങ്കരമായിട്ട് അലയുന്ന ഒരു അവസ്ഥയാണ്. ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു വിശ്വാസം ട്രസ്റ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരിൽ നല്ല രീതിയിൽ ഒരു ട്രസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അവരും ആ ഒരു ദൈവിക ശക്തിയോട് ആ ഒരു പവറിനോട് നല്ല രീതിയിൽ ഒരു അടുപ്പം വന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഗൈഡൻസ് ആണ് ആ ഒരു ഇന്നർ വോയിസ് എന്ന് പറയുന്നത്. അവരുടെ മനസാക്ഷി തന്നെ അവരോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ വേണമെന്ന്. മാത്രമല്ല ഇവിടെ കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത്. അവർ തേർഡ് പാർട്ടിനെ ആണെങ്കിലും നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. സാഹചര്യം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കഴിഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ഒരു സമയത്ത് അവർക്ക് തോന്നി നിങ്ങളെക്കാൾ നല്ലത് അവരാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് അതിലേക്ക് focus ആയത്. എന്നാൽ ഇപ്പോ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല. കൂടുതലായിട്ട് അടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഈ ഒരു situation ഒരു turn ചെയ്യണം അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കണം.
ഈ ഒരു റിലേഷൻഷിപ്പിനെ മറ്റൊരു ഡയറക്ഷനിലൂടെ കൊണ്ടുപോകണം. കാരണം ഈ ഒരു ഒറ്റപ്പെടലുകൾക്കെല്ലാം ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. എല്ലാ രീതിയിലും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കംപ്ലീറ്റ് ചേഞ്ച് കൊണ്ടുവരണം. അവരിപ്പോ ഓവറായിട്ട് തിങ്ക് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളെ ഡ്രീം ചെയ്യുന്ന എനർജി പോസിറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റു സൈഡിൽ ഗിൽറ്റി ഫീലും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നെഗറ്റിവിറ്റിയും ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോ അവർക്ക് അങ്ങനത്തെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ അങ്ങനെ ട്രാജഡി കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് അവരെ സ്വീകരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ. എത്ര പേരെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരെയും കോമൺ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾക്കേ അറിയുള്ളൂ, നിങ്ങൾ അനുഭവിച്ച വേദന എത്രത്തോളം ആണെന്നുള്ളത്. അപ്പൊ ചിലവരെ സംബന്ധിച്ച് നിങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സിലായിരിക്കില്ല നിൽക്കുന്നത്. ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികളിലാണെങ്കിലും പലരും ചിലപ്പോൾ ആ ഒരു ട്രസ്റ്റ്, വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം എന്നില്ല. ചിലവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വീകരിക്കാൻ തയ്യാറാണ്. അവർക്ക് കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഒരു ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹമായിട്ട് വരുവാണെങ്കിൽ സ്വീകരിക്കാനും തയ്യാറായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഇവിടെ കണക്ട് ആവുന്നുണ്ട്. ഉള്ളിലൊരു ഫിയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിലും അവർ ആ ഒരു ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വേണം എന്നുള്ള രീതിക്ക് വളരെയധികം സ്വപ്നം കണ്ട് നിങ്ങളിലേക്കുള്ള ഒരു യാത്ര ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ഒരു വേദനയോടുകൂടി അതിനേക്കാൾ ഉപരി അവരായിട്ട് തന്നെ തലയിലേക്ക് ഏറ്റി വെച്ച ആ ഒരു വലിയ എന്താ പറയാ ഒരു വലിയ പ്രശ്നം, ആ ഒരു പ്രശ്നത്തില് അവർ അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകള് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് വളരെയധികം കുറ്റബോധത്തോടു കൂടി നിങ്ങളെ കുറിച്ച് ഓർക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്, റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് ഈ ഒരു സമയം യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷന് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി റിമൂവലിനായിട്ടും ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ പ്രധാനമായിട്ടും കണക്ട് ചെയ്ത് നോക്കണം. വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അനിഴം 38. ബി എന്നൊരു ലെറ്റർ. ബി അഗെയിൻ വന്നിട്ടുണ്ട്. വിശാഖം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. പുണർദം വന്നിട്ടുണ്ട്. അക്വേറിയസ് 44. കണ്ണൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. 42. എസ് എന്നൊരു ലെറ്റർ. ട്രിവാൻഡ്രം. വയനാട് ഓഗസ്റ്റ് മന്ത്. എറണാകുളം എം എന്നൊരു ലെറ്റർ. എൻ എന്നൊരു ലെറ്റർ. 35. സ്കോർപിയസ്. ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 1993. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അശ്വതി എന്നൊരു സ്റ്റാർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.